എനിക്കറിയാം സിവിൽ എഞ്ചിനീയേഴ്സിനെ ഉറപ്പായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത് എന്ന്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. സൈറ്റ് വർക്ക്സ് ഇവരൊക്കെ 7-7:30 പോയിട്ട് വൈകുന്നേരം ചിലപ്പോൾ 7:30 ആവും തിരിച്ചു വരുമ്പം. ഹലോ എവരി വൺ, എല്ലാവരും ഉഷാറായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ വീഡിയോ, സാലറി വേഴ്സസ് മന്ത്ലി എക്സ്പെൻസ്. അപ്പോൾ ഞാൻ മന്ത്ലി ആയിട്ടാണ് പറയുന്നത് ബിക്കോസ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് സാലറി വരുന്നത് മന്ത്ലി അല്ല, ഫോർട്ട് നൈറ്റ്ലി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എച്ച് എഞ്ചിനീയറിൻ്റെ ആണ്. ഞാൻ ഇപ്പോൾ കമ്പയർ ചെയ്തിരിക്കുന്നത് മന്ത്ലി മാൻഡേറ്ററി എക്സ്പെൻസും അതുപോലെ തന്നെ ഓപ്ഷണൽ എക്സ്പെൻസും ആയിട്ടാണ്. നമുക്ക് മാൻഡേറ്ററി എക്സ്പെൻസും അതുപോലെ തന്നെ ഓപ്ഷണൽ എക്സ്പെൻസും കൺസിഡർ ചെയ്യാം. മാൻഡേറ്ററി എക്സ്പെൻസിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് റെൻ്റാണ്. റെൻറ്റ് നമുക്ക് രണ്ട് രീതിയിൽ നിൽക്കാം. ഒന്ന് ഷെയറിംഗ് ആയിട്ട് നിൽക്കാം, അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നിൽക്കാം. ഷെയറിംഗ് ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വേറൊരു ഫാമിലിയിലൂടെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരും അത്ര അത് എൻകറേജ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ സിംഗിളായിട്ടാണ് അല്ലെങ്കിൽ കപ്പിളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പം ഇതിന് രണ്ടിനും സിംഗിളായിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ, അതായത് പ്രൈവറ്റായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ റെൻറ്റ് വരുന്നത് ഒരു 100 to 600 ആണ് പെർ വീക്ക് വരുന്നത്. പിന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഇത് മാറും. പക്ഷേ ഇതൊരു ആവറേജ് റേഞ്ചാണ് ഞാൻ പറയുന്നത്. അതായത് സിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ റീജിയണൽ ആണെങ്കിലും ഈ ഒരു റേഞ്ച് എന്തായാലും ഉണ്ടാവും. ഷെയറിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ 280 മുതൽ ഒരു 390 വരെ നിങ്ങൾക്ക് ആവത്തുള്ളൂ. പിന്നെ മെയിൻലി നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഗ്രോസറീസ് ആണ്. വൂളീസ് അല്ലെങ്കിൽ കോൾസിൽ പോയിട്ട് നമുക്ക് വരുന്നത്. അത് നമുക്കൊരു 75 to 100 വീക്ക്ലി പറയാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് വീക്ക്ലി ആയിരിക്കില്ല, ചിലപ്പം ഫോർട്ട് നൈറ്റ് മീൻസ് 2 വീക്സ് കൂടുമ്പോഴായിരിക്കും, ചിലപ്പം മന്ത്ലി ആയിരിക്കും. ഇവിടെ മിക്കവാറും 2 വീക്സ് കൂടുമ്പോഴാണ് നമ്മൾ സാലറി വരുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ ഇന്ത്യൻ ഗ്രോസറി ഞാൻ കൂട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം മസാല അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട്, നമ്മളിപ്പോൾ ആദ്യം വരുമ്പം ഇതൊന്നും അധികം വാങ്ങിക്കുന്നുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ഞാൻ ഒരു $30 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു $20 to $35 പെർ വീക്ക് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ വേറൊരു ചിലവെന്ന് പറയുന്നത് വാട്ടർ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്. ഇത് രണ്ടും വാട്ടർ ഒരു $8 to $20 വരുന്നത്. ഇൻ്റർനെറ്റ് ഒരു $15 വരും പെർ വീക്ക്. അത് മന്ത്ലി ആയിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. പിന്നെ ഗ്യാസ് ഒരു $15 കാൽക്കുലേറ്റ് ചെയ്തു. ക്ലോത്തിങ് നമ്മളെങ്കിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോയി, അതൊക്കെ $25 ആണ് കൂട്ടിയിരിക്കുന്നത്. $25 അല്ലാതെ കൂടുതലാവും, പക്ഷേ ഞാൻ ഒരു ആവറേജ് റേഞ്ച് വെച്ച് നോക്കിയാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് പെട്രോളിന് ഇപ്പം കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം കുറച്ചൊന്ന് കൂടിയായിരുന്നു, പക്ഷേ ഇപ്പം പിന്നെയും $1.60 $1.80 മാറിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലേക്കാളും ഒരു പൊടിക്ക് കുറവാണ് ഇവിടെ. പക്ഷേ നിങ്ങൾ കാറല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ട്രെയിനാണ് അല്ലെങ്കിൽ ബസ്സാണ് അല്ലെങ്കിൽ ട്രാം ആണെങ്കിൽ കാറിനേക്കാളും എക്സ്പെൻസീവ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനാണ് ആക്ച്വലി ഡെയിലി നോക്കുമ്പം. അതായത് ഡെയിലി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ 1 വീക്ക് പെട്രോൾ അടിക്കുന്നത് ഒരു $50 നമുക്ക് ട്രാമിനോ അല്ലെങ്കിൽ ട്രെയിനിനോ നമ്മൾ ഒരു ട്രാമിനോ ഒരു ട്രെയിനിന് കയറി പോകാനൊന്നും പറ്റുന്നുണ്ടാവില്ല ഒരു സ്ഥലത്തേക്ക്. പക്ഷേ 1-2 ഒക്കെ കയറി പോകുന്നുണ്ടാവും. മിനിമം ഒരു $4 വെച്ചിട്ട് അത് പിടിക്കും. അപ്പം ഒരു ദിവസം ഒരു 8 എന്തായാലും ആവും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ 5 days പോകുമ്പോഴത്തേനും കാറിനേക്കാളും കൂടുതൽ പൈസ നമുക്കാവുന്നത് ബസ്സിന് അല്ലെങ്കിൽ ട്രെയിന്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. കാർ എന്നുള്ളത് ഞാനിപ്പം ഒരു ഓപ്ഷണൽ എക്സ്പെൻസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അത് എടുത്തു എന്ന് വരില്ല, അതുകൊണ്ട്. സോ എല്ലാം കൂടെ ടോട്ടൽ വന്നിരിക്കുന്നത് 2485 മുതൽ ഒരു 3700 വരെ. ഇപ്പോൾ ഇതിൽ ലീസ്റ്റ് മുതൽ മാക്സിമം വന്നാലും നമുക്ക് റിമൈനിങ് മാൻഡേറ്ററി എക്സ്പെൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ ബാലൻസ് നമ്മുടെ റിമൈനിങ് നമ്മുടെ കയ്യിൽ ഒരു 610 മുതൽ ഒരു 1830 വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കേസ് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മന്ത്ലി എക്സ്പെൻസിൽ ഓപ്ഷണൽ എക്സ്പെൻസും കൂടെ വരുമ്പം അല്ലെങ്കിൽ കാറ് വരുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ്ലി ഇത് മാറും. കാറിൻ്റെ ലോണ്, പിന്നെ അതിൻ്റെ CTP ഇൻഷുറൻസ്, അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അഡീഷണൽ കുറച്ചൊരു $500,000 ഒരു
നമുക്ക് ചിലവാകും. അപ്പം അങ്ങനത്തെ കേസിലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു 69,000 നമുക്ക് എന്താ സേവിങ്സ് ഉണ്ടാവണം എന്നില്ല. ചിലപ്പം അത് മൈനസിലേക്ക് പോവാം. പക്ഷേ ഇത് ഒരു വേസ്റ്റ് കേസ് സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെക്കൻഡ്മെൻറ്റിന് പോകുന്നതാണ്. അതായത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു നൈറ്റ് ജോബ് നമ്മൾ ചെയ്യും. മീൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഊബർ ഈറ്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് 7-Eleven അങ്ങനെ സ്റ്റോഴ്സിൽ നിൽക്കുന്നവർ. അപ്പം അതെല്ലാം നമുക്കൊരു അഡീഷണൽ എക്സ്പെൻസ് പെർ അവർ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ടാലി ആയി പോകും. ഇതിപ്പം കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. എക്സാക്ട്ലി ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇതാണ് ഫസ്റ്റ് കേസ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 69,000 കൊണ്ട് നമുക്കിവിടെ ചിലവ് ചെയ്യാം. എസ്പെഷ്യലി കപ്പിളാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് 2 പേർക്ക് ജോബ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആ സമയത്ത്. പക്ഷേ 2 പേർക്കും കൂടെ ജോബായി കഴിയുമ്പോഴത്തേനും ഈ സിനാരിയോ എല്ലാം മാറും. മീൻസ് ഇപ്പം കറൻ്റ്ലി പുതിയ ഫൈനാൻഷ്യൽ ഇയറിൽ മിനിമം വേജ് ഇപ്പം 24,95 അവർ 26,44 ആക്കിയിട്ടുണ്ട്. അത് ഞാനൊരു ലീസ്റ്റ് സിനാരിയോ പറഞ്ഞതാണ്. പക്ഷേ വേറെ മിക്ക ജോബിനും 30 എബോവ് കിട്ടുന്ന സിറ്റുവേഷനാണ്. അപ്പം അത് നിങ്ങൾ 26 ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. പിന്നെ ഈ 69 നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 69 കൊണ്ട് നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇപ്പം ഫസ്റ്റ് ഞാൻ കാണിച്ചേക്കുന്ന പോലെ ഷെയർഡ് അക്കോമഡേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സേവിങ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ കപ്പിളൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ കുട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഷെയർഡിൽ നിൽക്കുന്നതൊക്കെ, അല്ലെങ്കിൽ അത്രയും നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ ഈ മാൻഡേറ്ററി എക്സ്പെൻസിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ്. ഇവിടെ നമുക്ക് കാറിനേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞ എക്സ്പെൻസ് ഉണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നതെങ്കിൽ. മിനിമം ഒരു $4 നമ്മുടെ കയ്യിൽ നിന്ന് വൺ സൈഡ് നമുക്ക് ആകും. അപ്പോൾ അങ്ങനെ ഡെയിലി നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോൾ നമുക്കൊരു $8 ആവും. അപ്പോൾ അങ്ങനെ 5 days നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഒരു $40 $50 നമുക്കാവും. പിന്നെ നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ആവും. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ആക്ച്വലി നമ്മുടെ കയ്യിലൊരു കാർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ എക്സ്പെൻസും ഒട്ടും മോശമല്ല. പെട്രോളിനേക്കാളും കൂടുതൽ ഇവിടെ എനിക്ക് തോന്നിയിരിക്കുന്നത് CTP ഇൻഷുറൻസ് ഇയർലി ചെയ്യേണ്ടതുകൊണ്ട്, ഇയർലി നമുക്ക് റിന്യൂ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത് 85 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇയർലി സാലറി 85,000 ആവുകയാണെങ്കിൽ നമ്മുടെ മന്ത്ലി ടേക്ക് ഹോം എന്ന് പറയുന്നത് ഇവിടെ 5,230 ആവും. അപ്പം പ്രീവിയസ്ലി നമ്മൾ 69 ചെയ്തപ്പം നമ്മുടെ മന്ത്ലി ടേക്ക് ഹോം എന്ന് പറഞ്ഞാൽ 4,315 ആയിരുന്നു. ഏകദേശം ഒരു $1,000 നമുക്ക് ചേഞ്ച് വരുന്നുണ്ട് ഇവിടെ. ടാക്സ് നമ്മൾ 30% ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് സെയിം എക്സ്പെൻസ് തന്നെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് മാൻഡേറ്ററിയിൽ, അതുപോലെ തന്നെ ഓപ്ഷണലിലും. അപ്പോൾ മാൻഡേറ്ററിയിൽ വന്നിട്ട് നമ്മുടെ പഴയ പോലെ തന്നെ ഉള്ള എക്സ്പെൻസ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സേവിങ്സിൽ വ്യത്യാസം വരും. നമുക്ക് മന്ത്ലി സേവിങ്സ് നമുക്ക് മാൻഡേറ്ററി മാത്രമേ ഉള്ളെങ്കിൽ ഒരു 1,500 മുതൽ 2,700 വരെ പറ്റും. പക്ഷേ മന്ത്ലി പ്ലസ് നമുക്ക് ഓപ്ഷണൽ എക്സ്പെൻസ് ആയിട്ടുള്ള വെഹിക്കിൾ വരുവാണെങ്കിൽ സ്റ്റിൽ നമുക്ക് മൈനസിൽ പോവില്ല, നെഗറ്റീവിൽ ബാലൻസ് പോവില്ല. പക്ഷേ ഒരു 500 മുതൽ ഒരു $2,000 വരെ ആയിരിക്കും. $2,000-$2,200 വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നെക്സ്റ്റ് വൺ 93 ആണ്. 93,000 ആണെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്നത് 5,660 ആയിരിക്കും. ഇതിൽ സെയിം തന്നെയാണ് ഞാൻ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് സേവിങ്സിൽ നിന്ന് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നമുക്ക് 93ലേക്ക് നമുക്ക് കയറുവാണെങ്കിൽ. അപ്പം മാൻഡേറ്ററി എക്സ്പെൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2,000 മുതൽ ഒരു 3,000 വരെ നമുക്ക് സേവിങ്സിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ മാൻഡേറ്ററി പ്ലസ് ഓപ്ഷണലാണെങ്കിലും നമുക്ക് സേവിങ്സ് മോശമാവില്ല. 945 മുതൽ ഒരു 2,600 വരെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം. അപ്പം നമ്മൾ തുടക്കം വരുമ്പോൾ നമ്മൾ ഈവൻ ഒരു ഗ്രാജുവേറ്റ് ആണ് കയറുന്നതെങ്കിലും ഒരു 6 months എങ്കിലും ആ റോളിൽ നിന്നിട്ട് പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് വേറെ റോളിലേക്ക് മാറുവാണെങ്കിൽ നമുക്ക് ആ ഒരു 6 monthsൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഓവറോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം 69 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമുക്ക് അപ്പം സേവിങ്സ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കത് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സെക്കൻഡ് മന്റോ നമ്മൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ജോബ് ചെയ്താൽ നമുക്കത് ടാലി ആയി പോകും.
ടാക്സ് കൂടുതലാണ്, ടാക്സിന് അത്യാവശ്യമുണ്ട്. ഞാൻ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എസ്പെഷ്യലി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലുള്ള സിറ്റുവേഷൻ എൻറ്റയർലി വ്യത്യാസമാണ്. ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 12,000 അത് ഒരു 2019. അത് കഴിഞ്ഞിട്ട് അത് ഇൻക്രീസായി. ഞാൻ വർക്ക് ചെയ്തത് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്. അപ്പം അത് ഒരു 25 ആയിരുന്നു എനിക്ക് ലാസ്റ്റ് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങി ഫീൽഡിൽ കുറച്ച് പണി പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ പിന്നെയും സാലറി 16 or 17 എന്തോ ആയിരുന്നു ആ ടൈമിൽ. അപ്പം നമുക്ക് ആ ഒരു റേഞ്ച് ആയിരിക്കും എന്തായാലും കിട്ടുന്നത്. എസ്പെഷ്യലി കേരളത്തിൽ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു ബൂം ചേഞ്ച് ആയിരിക്കും. നമുക്കിവിടെ നമ്മളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഗ്രാജുവേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് എന്തൊക്കെ അലവൻസ്, നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഒരു കൺസിഡർ ചെയ്യുന്നത്, അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു എനിക്ക്. അതാണ് ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.